ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായ ഒരു വിഷയത്തെ പറ്റിയാണ്. അതെ, പേര് തന്നെ കൗതുകം എന്നർത്ഥം വരുന്ന നാസയുടെ ചൊവ്വാ പര്യവേഷണ ദൗത്യമായ ക്യൂരിയോസിറ്റിയെ പറ്റി. നമുക്കറിയാവുന്നതുപോലെ ഏകദേശം 12 വർഷത്തിലധികമായി ചൊവ്വ എന്ന ചുവന്ന ഗ്രഹത്തിന്റെ ഉപരിതലവും കാലാവസ്ഥയും, ഏറ്റവും പ്രധാനമായി അവിടെ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ടായിരുന്നിരിക്കുവാനുള്ള സാധ്യതയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യൂരിയോസിറ്റി റോവർ. ഇപ്പോഴിതാ പ്രശസ്തമായ ഈ ദൗത്യത്തിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണ് നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2011 നവംബർ 26-ന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിൽ നിന്നും ലോഞ്ച് ചെയ്ത ക്യൂരിയോസിറ്റി 2012 ഓഗസ്റ്റ് 6-നാണ് ചൊവ്വയിലെ ഗെയിൽ ക്രേറ്ററിൽ ലാൻഡ് ചെയ്യുന്നത്. 2012 മുതൽ ഇന്നുവരെ ക്യൂരിയോസിറ്റി ചൊവ്വയിൽ പ്രവർത്തനക്ഷമമായ ഈ കാലയളവിൽ വളരെ വിചിത്രമായതും ചൊവ്വയിൽ ഒരിക്കൽ ജലത്തിൻ്റെയോ എന്തിനേറെ ജീവന്റെ തന്നെ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കാമെന്ന ശാസ്ത്രലോകത്തിന്റെ ഊഹങ്ങളെ ശക്തിപ്പെടുത്തുന്ന തെളിവുകളാണ് പുറത്തുവിട്ടത്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന്, സാധാരണയായി ജലം ബാഷ്പീകരിക്കുന്നതിനോടനുബന്ധിച്ച് കാണപ്പെടുന്ന സൾഫർ അടങ്ങിയ കല്ലുകളുടെ കണ്ടെത്തലുകളാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ചൊവ്വയിലെ ഷാർപ്പ് പർവ്വതത്തിന് സമീപത്തേക്ക് കടന്നിരിക്കുകയാണ് ക്യൂരിയോസിറ്റി. കഴിഞ്ഞ ഒരു വർഷമായി ഗെയിൽ ക്രേറ്ററിലെ ഗേഡിഷ് വാലിസ് ചാനലിൽ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള 10 മുതൽ 20 കിലോമീറ്റർ ദൂരം വ്യാപിച്ചു കിടക്കുന്ന ബോക്സ് വർക്ക് എന്ന ഘടനയെപ്പറ്റി ക്യൂരിയോസിറ്റി പഠിക്കുവാൻ ആരംഭിക്കുന്നത്. പേരുപോലെ തന്നെ ചിലന്തി വലകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഘടന. പക്ഷേ വെറും ഉപരിതല ഘടനകൾക്കും അപ്പുറം ഇവയിൽ ജീവന്റെ രഹസ്യം മറഞ്ഞു കിടക്കുന്നതായാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ടായിരുന്ന വെള്ളം വറ്റിയതിനെ തുടർന്നാണ് ഇവ ഉടലെടുത്തതെന്നാണ് ഒരു സിദ്ധാന്തം. ഇതിനെ പിന്തുണയ്ക്കുന്ന ചില ഘടനകൾ ഭൂമിയിലും കണ്ടെത്തിയിട്ടുണ്ട്. പൊതുവെ ഗുഹകളിൽ കാണപ്പെടുന്ന ഇത്തരം ഘടനകളിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് ചൊവ്വയിലെ ഈ ബോക്സ് വർക്കുകളും അതിനു പിന്നിലെ ജൈവ പ്രക്രിയകളും ശാസ്ത്രജ്ഞരിൽ വലിയ ആശ്ചര്യമാണ് ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, അവരിൽ നല്ലൊരു ഭാഗം പ്രാചീന കാലത്ത് അവിടെ ജീവൻ ഉണ്ടായിരുന്നതായും വിലയിരുത്തുന്നു. കാര്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും ക്യൂരിയോസിറ്റി കിടിലൻ ഒരു അപ്ഡേറ്റുമായി ഉടൻ എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ശാസ്ത്രലോകം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഫൈക്കസ് മീഡിയ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കും.